നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാട്ടുവർത്തമാനത്തിൽ ചർച്ച ചെയ്യുന്നത് കൊച്ചിയിലെ ഗതാഗത പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM-ന്റെ നസ്രത്ത് ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് PX അലക്സാട്ട, കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷമീർ മണവത്ത്. ആദ്യം സഖാവിനോട് തന്നെ ചോദിക്കും, കൊച്ചിയിലെ ഗതാഗത സംവിധാനങ്ങൾ പലപ്പോഴും രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകാറുണ്ട്. ഇത് പരിഹരിക്കപ്പെടാൻ എന്താണ് മാർഗം? കൊച്ചിയിലെ ഗതാഗത സംവിധാനങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ജനഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ ഇന്ന് റോഡിന് വീതി കൂട്ടാൻ കഴിയാത്തതും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ജനഗതാഗത സൗകര്യങ്ങൾ എത്ര കണ്ട് മെച്ചപ്പെടുത്തുന്നോ അത്ര കണ്ട് റോഡുകളിൽ നിന്ന് വാഹനങ്ങൾ കുറയും. കാരണം യാത്രക്കാർ ബോട്ടിലോട്ട് പോകുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ, കാറ് പോലുള്ള വാഹനങ്ങൾ റോട്ടിൽ നിന്ന് എത്ര പുറകോട്ട് മാറുന്നു അതനുസരിച്ച് അത് ജനഗതാഗതം മെച്ചപ്പെട്ടാൽ മാത്രമേ അതിനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ സമൂഹം ഇരുചക്ര വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് പ്രാദേശികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് വേണ്ടി ഉൾപ്പെടെ. അതേപോലെ തന്നെ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമുക്ക് എറണാകുളത്തോട് ബോട്ട് സർവീസ് ഇപ്പോൾ ആയിട്ട് കഴിഞ്ഞു. അതേപോലെ തോപ്പുംപടിയിൽ നിന്ന് ഒരു ബോട്ട് സർവീസ് എറണാകുളത്തോട് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിലോട്ടോ അല്ലെങ്കിൽ പഴയ ബോട്ട് ജെട്ടിലോട്ടോ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എറണാകുളത്തോട് പോകുന്ന ആളുകൾ ഇരുചക്ര വാഹനങ്ങൾ ഒഴിവാക്കൽ വളരെ കാര്യക്ഷമമാകും. ഇപ്പോൾ ബസ്സിൽ തന്നെ പഴയ പോലെയുള്ള തിരക്കില്ല. കാരണം ഇരുചക്ര വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. ഒരു പെൺകുട്ടിക്ക് തന്നെ ഒരു ജോലി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഇരുചക്ര വാഹനം വാങ്ങുക. അപ്പോൾ പൊതുഗതാഗതത്തോടുള്ള താല്പര്യക്കുറവാണ് ഈ ഇരുചക്ര വാഹനം വാങ്ങാനുള്ള കാരണം. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ബസ്സിൽ കയറി കഴിഞ്ഞാൽ തിക്കും തിരക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ കൂടുതൽ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം വാങ്ങുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജലഗതാഗതം മെച്ചപ്പെടുത്തണം. ഇപ്പോൾ കണ്ണമാലി പണ്ട് നമുക്കറിയാം ബോട്ട് ദുരന്തം, പള്ളിയിലെ ബോട്ട് ദുരന്തത്തോടെയാണ് ആ ഭാഗത്തോട്ടുള്ള ബോട്ട് യാത്രകളൊക്കെ കുറഞ്ഞു. ഇന്നിപ്പോൾ അത് കുറെ കൂടി മെച്ചപ്പെടുത്തുകയാണ്. കുറെ കൂടിയല്ല, ഇന്ന് അവിടെ അങ്ങനെ ഒരു ബോട്ട് സർവീസ് പാസഞ്ചർ ആയിട്ടുള്ള ഇല്ല. ആ കണ്ണമാലി ഭാഗത്തു നിന്നുള്ള ബോട്ട് സർവീസ് വരികയാണെന്നുണ്ടെങ്കിൽ തോപ്പുംപടിയിൽ നമുക്ക് പഴയ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നതാണ്. അത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ കുറേ അധികം വാഹനങ്ങൾ റോട്ടിൽ നിന്ന് മാറി കിട്ടും. ഇപ്പോൾ എറണാകുളത്ത് മെട്രോ വന്നെങ്കിൽ തന്നെ ആലുവയിൽ നിന്ന് എറണാകുളം സൗത്തിൽ നിന്നോ തൃപ്പൂണിത്തുറ നിന്നോ ആലുവക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ അങ്ങോട്ട് പോകേണ്ട ആളുകളിൽ നല്ലൊരു പങ്ക് ഇന്നും സ്വകാര്യ വാഹനങ്ങൾ തന്നെ, കാറോ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. അതിന് കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ബസ് നിന്ന് വിട്ട് അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ കാറിൽ നിന്ന് വിട്ട് അവർ മെട്രോ സർവീസ് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ മെട്രോയുടെ സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ആലുവ വരെയാണ്. അത് എയർപോർട്ടും അങ്കമാലിയോട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ അവിടെ നിന്ന് നേരെ എറണാകുളത്ത് നിന്ന് നേരെ വടക്കോട്ട് അരൂരോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ജനങ്ങൾ ഇരുചക്ര വാഹനങ്ങളോ കാറോ പോലുള്ള സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് റോഡ് മാറും. അപ്പോൾ മെട്രോ സർവീസ് എത്ര കണ്ട് മെച്ചപ്പെടുത്തുന്നോ അതേപോലെ തന്നെ ബോട്ട് ഗതാഗതം, ജലഗതാഗതം എത്ര കണ്ട് മെച്ചപ്പെടുത്തുന്നോ അതനുസരിച്ച് റോഡ് യാത്ര ഇന്ന് നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടി പോകാൻ കഴിയാത്ത സാഹചര്യം ആണെന്നുള്ളതാണ്. കാരണം ഞാൻ ചോദിക്കുന്നത്, ഈ ജനഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരിനൊരു സാമ്പത്തികമായിട്ട് പരിധിയുണ്ട്. ഇപ്പൊ സംസ്ഥാന സർക്കാർ നിലവിൽ കഴിയാവുന്നത്ര സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് കിഫ്ബി വഴിയായിട്ട് സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പൊ ജലമെട്രോ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആയിട്ട് ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തൊരു സംവിധാനമാണ് കൊച്ചിയിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പലരും ഇത് പഠിക്കുന്നതിനും കാണുന്നതിനും വേണ്ടിയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജലമെട്രോ പക്ഷേ സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിരക്കുകളാണെന്നൊരു ആക്ഷേപമുണ്ട്. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. കാരണം ജലമെട്രോ ഇപ്പൊ മെട്രോ സർവീസിൽ കയറി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിന് തന്നെ ഒരു കുളിർമ ഉണ്ടാകുന്ന ഒരു യാത്രയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ കൂടി പോകുമ്പോഴത്തേക്കും പുകയും പൊടി ശല്യങ്ങളൊക്കെ നമ്മുടെ മുഖത്തോട്ടും ശരീരത്തോട്ടും അടിക്കുകയും, അതേസമയം ജലമെട്രോ വഴി പോവുകയാണെങ്കിൽ ഒരു മാലിന്യമില്ല, നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് പോവാം. നല്ല കാഴ്ചകൾ കണ്ട് കടലിൽ നിന്നുള്ള കാറ്റ് കിട്ടി അല്ലെങ്കിൽ കായലിൽ നിന്നുള്ള കാറ്റ് കിട്ടി പോവാന്ന് പറഞ്ഞാൽ ഒരു മനസ്സിനൊരു കുളിർമ ഉണ്ടാകും, ശരീരത്തിനൊരു ഉന്മേഷം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഒരു 10 രൂപ വേണ്ട സ്ഥലത്ത് 2 രൂപയോട് കൂടുതലായിട്ടുണ്ടെങ്കിൽ 10 രൂപ വേണ്ടിടത്ത് 2 രൂപ കൂടണമില്ല.
അതില് ഇപ്പൊ തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുക്കണം. 50 രൂപ. ഒരു സാധാരണക്കാരന്റെ കയ്യിൽ എന്തായാലും 50 രൂപ എടുക്കാണ്ടാവില്ല. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 100 രൂപ കൊടുക്കണം. അപ്പൊ അക്കരെ ഇക്കരെ പോകാനായിട്ട് 100 രൂപ ചെലവാക്കുവാൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും, വലിയ ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമായിരിക്കും. ഈ ജലമെട്രോ വന്നപ്പോൾ പറഞ്ഞത് അത് സാധാരണക്കാർക്ക് കൂടി പ്രയോജനപരമായ രീതിയിൽ നടപ്പാക്കുമെന്നാണ്. പക്ഷെ ഇപ്പോൾ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ ഒരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായി ഒതുങ്ങിയോ എന്നുള്ളൊരു സംശയം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തെറ്റായ ധാരണയാണ്. കാരണം വെച്ചാൽ പൊതുജനങ്ങൾ വളരെയധികം ഇപ്പൊ ജലമെട്രോയിൽ കയറാൻ ആളുകൾ ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ്. സഞ്ചാരികൾ മാത്രമല്ല, ടൂറിസ്റ്റുകൾ മാത്രമല്ല, സാധാരണ ആൾക്കാരും ജലമെട്രോയിൽ കയറി യാത്ര ചെയ്യാൻ. കാരണം ഇവിടുന്ന് ഫോർട്ട് ചെന്ന് ഹൈക്കോടതിയിൽ എത്താനായിട്ട് നമുക്ക് 50 രൂപ കൊടുക്കേണ്ടി വന്നാലും അതൊരു വലിയ ബാധ്യതയായിട്ട് വരുന്നത്. ഇവിടുന്ന് ഫോർട്ട് ചെന്ന് ഒരാൾ ബസ് കയറി പള്ളിമക്കോഴി കറങ്ങി അതിനെ ഹൈക്കോടതി എത്തുമ്പോഴത്തേക്ക് സമയം എത്ര നഷ്ടപ്പെടുന്നു. ഈ പൊടി മാലിന്യം, പിന്നെ പുകമാലിന്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുകയാണ്. യാത്രക്ക് ഒരു സൗകര്യം കിട്ടുകയാണ്. നമ്മളിപ്പോൾ ബസ്സിൽ കുണ്ടും കുഴിച്ച ഇപ്പൊ ഇന്നിപ്പോ എറണാകുളത്തുള്ള കൊച്ചിയിലെ റോഡുകളൊക്കെ വളരെ മനോഹരമായി. ഇപ്പൊ കുണ്ടും കുഴിയും ഇല്ലാത്ത റോഡുകളാണ്. ഞാനൊരു കാര്യം ഈ കാര്യത്തിൽ ഓർക്കണേ, 90-95 കാലഘട്ടത്തിൽ എനിക്കൊരു 2-3 ബസ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ കരുവേലിപ്പടി ആശുപത്രിയുടെ അവിടെ വന്നപ്പോഴത്തേക്കും ഒരു കട്ടറി ചാടി തൊട്ടപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ പോണേ, ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാര്യമൊത്ത് അവിടെ പോണത്. അവരുടെ മേത്തോട്ട് ചെളിവെള്ളം ചെന്ന് വീഴുന്നു. ശരിക്കും പറഞ്ഞാല് അയാൾ തല്ലിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റോഡിന്റെ അവസ്ഥ അത്രക്ക് ദയനീയമാണ്. ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവറിനെ പറഞ്ഞൊരു കാര്യമില്ല. ഡ്രൈവർ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വേഗത എടുത്താണ് പതുക്കെ ഉരുട്ടിയാണ് അവിടെ നിന്നാണ് വണ്ടി എടുത്തത്. കാരണം ബസ് സ്റ്റോപ്പ് കരുവേലി ബസ് സ്റ്റോപ്പ് ഉണ്ടല്ല, അവിടെ നിന്ന് എടുക്കുമ്പോൾ വളരെ സ്ലോയിലാണ് വണ്ടി എടുത്തത്. എന്നിട്ട് പോലും കുഴി ചാടിയപ്പോൾ വെള്ളം തെറിച്ച് യാത്രക്കാരൻ്റെ അയാളൊരു വിവാഹം ആവശ്യത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോണേ. വലിയ വിഷയങ്ങളായി. അതേപോലെ മറ്റു പല റോഡുകളും അവസ്ഥ അത് തന്നെയായിരുന്നു. സമയത്ത് ഓടിയെത്താൻ കഴിയില്ല, കട്ടറി ചാടി. അപ്പൊ ഇന്നിപ്പോ ഒരു 6-7-8 വർഷങ്ങളായിട്ട് റോഡ് വെച്ചാൽ ഏറ്റവും മനോഹരമായി കഴിഞ്ഞു. സഞ്ചരിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റൂട്ട്. ഞാൻ നേരത്തെ എനിക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ട സാഹചര്യമൊക്കെ എനിക്ക് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പൊ അതുകൊണ്ട് കോഴിക്കോടാണെങ്കിലും മലപ്പുറത്താണെങ്കിലും തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിലും മുമ്പ് വളരെയധികം യാത്ര ചെയ്യേണ്ട സാഹചര്യം. ഇപ്പോഴും അത്യാവശ്യം യാത്ര ചെയ്യുന്നു. അപ്പൊ ആ സമയത്തൊക്കെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ റോഡുകൾ വളരെ മെച്ചപ്പെട്ട റോഡുകളായിരുന്നു. അന്ന് എറണാകുളം കൊച്ചിയിലെ റോഡുകളൊക്കെ വളരെ ശോചനീയമായിരുന്നു. ഇപ്പൊ ഒരു 6-7 വർഷമായിട്ട് കൊച്ചിയിലെ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ഇത് ഒറ്റപ്പെട്ട ചില റോഡുകൾ മാത്രമേ അതും പരിഹരിക്കപ്പെടുന്ന കാര്യത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ സഖാവ് അലക്സാണ്ടർ പറഞ്ഞത് കൊച്ചിയിലെ രൂക്ഷമായ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം ജലഗതാഗതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സഖാവ് പറഞ്ഞാൽ തുടങ്ങാം. ഈ ജലഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിങ്ങനെ മെട്രോ ആണെങ്കിൽ, ഇപ്പൊ സാധാരണക്കാരനാണെങ്കിൽ അവനൊരു ദിവസം പണിക്ക് പോകണമെങ്കിൽ ഒരു 100 രൂപ അതിന് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്നതിന് മാസം 3000 രൂപ. 8000 രൂപയ്ക്ക് സ്റ്റാഫായിട്ട് പോകുന്ന തുണിക്കടകളിൽ പോകുന്ന ഒരുപാട് വനിതകൾ ഈ കൊച്ചിയിൽ താമസിക്കും. അവർ ഈ ഒരു 3000 രൂപ മാസം മാറ്റി വെച്ചുകൊണ്ട് അവിടെ എത്താൻ കഴിയും. അപ്പോൾ ആ ഒരു ജലഗതാഗതം കൊണ്ട് നമുക്ക് നാട്ടുകാർക്കൊരു ഗുണമില്ല. പറഞ്ഞത് സഞ്ചാരികൾക്ക് ഗുണത്തിൽപ്പെടണം. അവർ ഉല്ലസിക്കാൻ വരുന്നു, അവർക്ക് കാണാൻ കാഴ്ചകൾ, അവർക്ക് അപ്പൊ സമയം ഉല്ലസിക്കാൻ വേണ്ടി പൈസ കളയുന്ന അവർക്ക് അതിനുള്ള പൈസയായിട്ടാണ് വരുന്നത്. അവർക്ക് കുഴപ്പമില്ല. പക്ഷെ സാധാരണക്കാർക്ക് അതുകൊണ്ട് ഗുണമില്ല. പക്ഷെ സാധാരണക്കാർക്ക് ഗുണമുള്ള കാര്യങ്ങളുണ്ട്. 2 ബോട്ട് സർവീസ് നിലവിലുള്ളതുണ്ട്. അത് തോന്നുമ്പോൾ നിൽക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ ജങ്കാറുണ്ട്, 2 ഇട്ടിട്ട് ഏത് സമയത്തും ബ്ലോക്കായി കിടക്കുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ ഒരു ഗുണകരമാവും. പക്ഷെ ഇതൊക്കെ ഒരു കോമാളിത്തം പോലെയാണ് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള റോഡുകളെ കുറിച്ച് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നിയന്ത്രിക്കണമെങ്കിൽ എത്ര വണ്ടി ഉണ്ടെങ്കിലും പോയി വരാൻ. കാരണം വളരെ ഈസി ആയിട്ടുള്ള പല കട്ടിങ്ങുകളും കൊച്ചിയിലേക്കുണ്ട്. ചെറിയൊരു 6 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന മനോഹരമായ ബീച്ചിലേക്ക് വരാനും പുറത്തു നിന്ന് ഒരുപാട് സഞ്ചാരികൾ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അവർ വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് ടൈറ്റ് വരും. പക്ഷെ അവർക്ക് വരാനും പോകാനും നിഷ്പ്രയാസം പോകാനുള്ള വഴികൾ ഒരുപാടുണ്ട്. പക്ഷെ ഈ വഴികളൊന്നും അതാത് രീതിയിലേക്ക് ഇവര് റൂട്ട് തിരിച്ചിട്ടിട്ടില്ല. പോരാത്തതിന് ഇപ്പൊ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങുന്ന ഒരു ഭാഗമാണ് തോപ്പുംപടി. ഒരു സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ബിൽഡിംഗ് കൊണ്ട്
അവിടെയുള്ള സാധാരണക്കാരായ കച്ചവടക്കാർ വരും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. അവരോടൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു വേണം ആ ഒരു വർക്ക് ചെയ്യാൻ. പക്ഷെ ആ ശാസ്ത്രീയമായിട്ട് ആ വർക്ക് തുടങ്ങി അതിനെതിരെ പരാതികളും അവിടെയുള്ള കച്ചവടക്കാരും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടും അതിനെല്ലാം പുല്ലുവിലക്കെടുത്തുകൊണ്ട് അത് പണിതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്താ? പിന്നെ ഈ പറയുന്ന എല്ലാ മനോഹരമായ റോഡുകളെ കുറിച്ച് പറയുമ്പോൾ ഈ മനോഹരത പണിയുന്ന സമയങ്ങളിൽ മാത്രം കാണുന്ന സാഹചര്യം പല സമയങ്ങളിലും ഈ നമ്മുടെ അവർ ലേഡീസ് മുമ്പിലുള്ള റോഡ് പല സമയങ്ങളിലും ടാറിട്ട് പോകുന്നതിന്റെ ഒരാഴ്ചക്കുള്ളിൽ അതേ ടാറ് തിരിച്ചു പോരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ രോഗികളാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പൊടി ശ്വസിച്ചുകൊണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ കൊച്ചിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ പണിത് റോഡുകൾ തന്നെ ക്ലിയർ ആക്കി റൂട്ടുകൾ ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് BMBC നിലവാരത്തിലാണ്. BMBC നിലവാരത്തിൽ റോഡുകൾ നിർമ്മിക്കുമ്പോൾ അതിന് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കരാറുകാരൻ അത് പരിഹരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഈ കരാറുകാർ പരിഹരിക്കണം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ വാട്ടർ മെട്രോ തന്നെ ഒരെണ്ണം മട്ടാഞ്ചേരിയിൽ വരാൻ വേണ്ടി കൊല്ലങ്ങളായിട്ട് അഡ്വാൻസ് പേയ്മെന്റ് വരെ കൊടുത്തിരുന്നു. പക്ഷെ ആ കരാറുകാരൻ റിട്ടേണിന് പോകുന്ന സാഹചര്യം ഇതൊരു വിഷയം വരുമ്പോ ഇവരും ഈ പറയുന്നതൊന്നും ഇല്ല, എല്ലാം വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിയിൽ ബോട്ട് സഖാഭവന് അത് നല്ല കാര്യമാണ്. ജലഗതാഗതം തുടങ്ങിയ കുറെ കാര്യങ്ങൾ മാറിക്കിട്ടുമെങ്കിൽ പക്ഷെ അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്തുകൊണ്ടത് നിലനിന്ന് പോകുന്നില്ല? അത് നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ റോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് എത്താം. അത് ഒരു സാധാരണക്കാരർക്ക് സുഖമാണ്. ആ റോഡ് അപ്പുറത്ത് സഞ്ചരി ഒരു പറഞ്ഞ ബുദ്ധിമുട്ടുകളില്ലാതെ എറണാകുളത്തിട്ട് എത്തുകയും ബ്രോഡ്വേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പണിയെടുക്കുന്ന സ്ഥലമാണ് ഈ കൊച്ചി പ്രദേശം. അവർക്കൊക്കെ മുൻകാലങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ബോട്ടുകളായിരുന്നു. പക്ഷെ ഇന്ന് ബോട്ടുകൾ ആശ്രയിച്ച് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് പണിമുടക്കാണ്. എഞ്ചിൻ തകരാ അല്ലെങ്കിൽ അവിടെ ചെളി കയറി എന്നൊക്കെ പറഞ്ഞ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ MLA വിചാരിക്കണം, ഗവൺമെന്റ് വിചാരിക്കണം. അത് ചെയ്യാനും ചെയ്തെടുക്കാനുമുള്ള മനോഹരമായ സ്ഥലം തന്നെ കൊച്ചിയെ പോലുള്ളൊരു സ്ഥലത്ത് അനേകായിരം സഞ്ചാരികൾ ഉൾപ്പെടെ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ കടന്നു വരുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് കൊച്ചി. അപ്പൊ അതിന്റെ മനോഹരത നിലനിർത്തണം. അത് ഈ പറഞ്ഞില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന വർക്കിന് പോകാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലം ഇപ്പൊ തോമ്പുടിയായിട്ട് മാറുകയാണ്. ഒരു സ്കൂൾ കൂടി തുറന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതിവിശേഷം ഇതിനേക്കാൾ വലിയ വഷളാവും. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടി പോകുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഒരു ദേവാലയം ഉണ്ട് അവിടെ, 2 ബസ് സ്റ്റോപ്പുകളുണ്ട്, കുറെ കച്ചവടക്കാര് ജീവിക്കുന്ന വയ്യോര കച്ചവടക്കാർ ജീവിക്കുന്ന ഒരു ഏരിയ, അങ്ങനെ സ്കൂൾ കോളേജ് എല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയന്റെ ആ സ്ഥലം വരെ ഇപ്പം സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ അശാസ്ത്രീയമായിട്ടാണ് ഇപ്പൊ പണിതിട്ടേക്കണം. ഈ ഇവിടെ ജലഗതാഗത സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പൊതുഗതാഗത സംവിധാനം കൂടി ആളുകളെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഈ ഗതാഗത പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഗതാഗത രൂക്ഷതയ്ക്ക് പരിഹാരമാകുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിലവിൽ നമ്മുടെ ബോട്ട് സർവീസുകൾ കാര്യക്ഷമമല്ല എന്നുള്ളത് സഖാവിന് അറിയാവുന്ന കാര്യമാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണെങ്കിലും ആവശ്യത്തിന് ബോട്ടില്ല, ഷെഡ്യൂളുകൾ പലപ്പോഴും വെട്ടിക്കുറക്കുന്നു. മട്ടാഞ്ചേരിയിലെ ബോട്ട് സർവീസ് രാവിലെയും വൈകിട്ടും പലപ്പോഴും കുറച്ച് ഷെഡ്യൂളുകൾ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ഉണ്ടാകാറില്ല. ഇപ്പോൾ വേലിയേറ്റം വേലിയിറക്കം സമയം നോക്കിയിട്ടാണ് അവിടെ ഷെഡ്യൂളുകൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ഈ റോറോ സർവീസിന് നമുക്ക് പിന്നീട് എടുക്കാം. ഇങ്ങനെ ഉള്ള അപ്പൊ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് ഒരു വിശ്വാസം, അതായത് അവിടെ ചെന്നാൽ എനിക്ക് ആ സമയത്തിന് ബോട്ട് കിട്ടും അല്ലെങ്കിൽ ഇന്ന സമയത്ത് ബോട്ട് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഇത് ഇപ്പൊ കഴിഞ്ഞ ഏതാണ്ട് 2 മാസം മുമ്പാണ് ഒരു ബോട്ട് നീറ്റിലിറക്കിയത്. പിന്നെ നമ്മുടെ ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാറിന്റെ അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ആവശ്യത്തിനുള്ള ബോട്ട് സർവീസ് ലഭ്യമാകാത്തത് ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്.
അപ്പൊ അത് പരിഹരിക്കുവാൻ, അതായത് അതിന് വലിയ സാമ്പത്തിക, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. കാരണം ബോട്ടുകളുണ്ട്, പലയിടങ്ങളിലുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് അത് കാര്യക്ഷമമാക്കാൻ നോക്കിയാൽ തന്നെ ഈ ജലഗതാഗത സംവിധാനം മെച്ചപ്പെടും. പക്ഷെ അതിന് ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞിടത്ത് തന്നെ പറയാം. ഇപ്പൊ KJ മാക്സി MLA ആയി വന്നതിന് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിലാണ് PTAക്ക് റോഡ് തോപ്പുമുടിന്ന് പപ്പങ്ങമുക്ക് വരെയുള്ള ആ റോഡ് BMC ടാർ ചെയ്തത്. ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പാണ് വീണ്ടും അത് BMC ചെയ്തത്. ഇപ്പൊ ഏതാണ്ട് ഒരു 7 വർഷത്തോളം ആ റോഡ് യാതൊരു കുഴപ്പമില്ലാതെ നടന്നു. ഇപ്പോഴാണ് അതിന് ഡാമേജ് തുടങ്ങിയത്. ഇപ്പൊ ഏത് റോഡ് ടാർ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്, കോൺക്രീറ്റിലില്ല. ടാർ ചെയ്യുമ്പോൾ അത് ആ ഒരു കാലത്ത് 5 വർഷം 6 വർഷം കഴിയുമ്പോൾ അതിന് പരിരക്ഷയും സംഭവിക്കും. കാരണം അടിയിൽ നമ്മുടെ ഭൂമി അടിയിൽ മണ്ണും ചെളിയും ഒക്കെയാണ്. അപ്പോൾ ആ ഇത് ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഭൂമിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ടാർ ഇങ്ങനെ ഇടക്കിടക്ക് വിട്ടു ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ അത് ടാർ ചെയ്തത്. ഈ 7 വർഷം വരെ ആ റോഡിനൊരു ചെറിയൊരു ചിഹ്നൽ വരാൻ തുടങ്ങിയെന്നല്ലാതെ വേറെ യാതൊരു തകരാറുമില്ല. BMC നല്ല നിലവാരം നിലനിർത്തിക്കൊണ്ടുവരും ചെയ്യുന്നു. അഥവാ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും റോഡ് മോശമായി പോയി അത് ടാർ ചെയ്യേണ്ട കാലാവധി എത്തുന്നതിന് മുമ്പ് ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ അത് ആ കരാറുകാരൻ അത് റെസ്ട്രിബ്യൂഷൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ റോഡ് BMC നിലവാരത്തിൽ പണിത ഒരു റോഡും ഇപ്പൊ ചെല്ലാനം പാണ്ടിക്കുടി റോഡ് അത് കണ്ണമാരിയിൽ നിന്ന് നമ്മുടെ മാനശ്ശേരിയിൽ നിന്ന് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ കടലിൽ നിന്നുള്ള വെള്ളം പുഴ വഴി തോടുകൾ വഴി കയറുകയാണ്. അത് നമുക്ക് തടയാനുള്ള മാർഗങ്ങളില്ല. കാരണം കടലിൽ കയറുന്നതനുസരിച്ച് ഇവിടെ നമ്മുടെ ഭൂമി കടലിലേക്ക് താഴ്ന്നു നിൽക്കുന്ന ഭൂമിയാണ്. അപ്പോൾ കടലിൽ പൊങ്ങുന്നതനുസരിച്ച് വെള്ളം പുഴ വഴി കയറി. ആ റോഡ് ആ പുഴ വഴി വരുന്ന വെള്ളം വേറെ റോഡിലോട്ട് കയറണം. ഈ ടാറിങ്ങിന്റെ പുറത്തോട് വെള്ളം ഇപ്പോഴും കയറുമ്പോഴത്തേക്ക് റോഡിൽ ഡാമേജ് പെട്ടെന്ന് കാലക്രമം അത് ഈ പറഞ്ഞ 5 വർഷം നിലനിൽക്കില്ല. അതിന് മുമ്പ് തന്നെ റോഡ് കൂട്ടാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അതിന് ശാസ്ത്രീയമായിട്ട് ചെയ്യണമെന്ന റോഡ് ഉയരം കൂട്ടല. ഉയരം കൂട്ടുമ്പോഴുള്ള പ്രധാന വിഷയം ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത്. അപ്പൊ നമുക്ക് രണ്ടും വേണം. ജനങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് റോഡ് വേണം, അതേപോലെ തന്നെ വീടുകളിൽ നിന്ന് റോഡിലോട്ട് കയറാനുള്ളൊരു സംവിധാനം. ഇപ്പൊ എല്ലാ വീടുകളിലും വാദിക്കലും നമുക്ക് ഇതിന്റെ റാമ്പുണ്ടാക്കി വെക്കാൻ പറ്റില്ല. റാമ്പുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ അപകടത്തിന് വേറെ ഇടവരും. അപ്പൊ എല്ലാത്തും വലിയൊരു അപ്രായോഗികമായ കാര്യങ്ങളാണ്. ഇപ്പൊ എന്നിരുന്നാൽ തന്നെ ഇപ്പൊ തീരദേശപാത വരുന്നുണ്ട്. തീരദേശപാത തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ പല ഭാഗങ്ങളിൽ പണിയാണ് നടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുക്കുക നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും അത് ഭൂമിക്ക് പൈസ കൊടുക്കുന്ന സംവിധാനം നടന്നുകൊണ്ടിരിക്കുക. പല ആളുകളും സ്വയമേ ഭൂമി കൊടുക്കാൻ തയ്യാറാണ്. ഇത് വികസിച്ചില്ലെങ്കിൽ ഇപ്പൊ 14 മീറ്റർ 18 മീറ്റർ 28 മീറ്റർ വരെ വീതിയിലൊക്കെയാണ് ഓരോ ഭാഗങ്ങൾ. ഓരോ ജംഗ്ഷനൊക്കെ 28 മീറ്റർ വരെ, ഏത് കണ്ടെയ്നർ വന്നാലും തിരിഞ്ഞു പോകാൻ കഴിയുന്ന വിധം 28 മീറ്റർ വരെ വീതിയിലാണ് ഓരോ ജംഗ്ഷനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സാധാരണ തീരദേശപാത വരുന്നത് ഏതാണ്ട് 14 മീറ്റർ വീതിയാണ്. അതിന്റെ കൂടെ സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ വരുമ്പോഴത്തേക്കും വണ്ടികൾ ബ്ലോക്കില്ലാതെ കടന്നു പോകും. ഇപ്പൊ നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ചരക്കുകൾ ഗതാഗതം വരുമ്പോൾ അനുസരിച്ച് മറ്റു ഭാഗങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല റോഡുകൾ വിടാം. ദേശപാത കൂടി മാത്രം നമ്മുടെ ഈ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോയി തീരില്ല. നമുക്ക് റോഡിൽ വല്ലാത്ത തിരക്കുകൾ വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തീരദേശപാത. തീരദേശപാത അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ 2-3 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും കേരളത്തിൽ നടപ്പിലാക്കപ്പെടും. അതിനോടൊപ്പം കുറഞ്ഞ ആൾക്കാർ കാരണത്തിൽ ഒരു 5 സെന്റ് ഭൂമിയുള്ളവൻ ചിലപ്പോൾ 1 സെന്റ് നഷ്ടപ്പെടും. അപ്പോൾ അവന് 4 സെന്റ് ഭൂമി ഇട്ട് അവന് വേണ്ടുന്ന നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കലും കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ജലഗതാഗതത്തെ കുറിച്ച് പറയുമ്പോൾ നിലവിൽ നമ്മുടെ സർവീസ് നടത്തിയിരുന്ന പല ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകൾ കാര്യക്ഷമമല്ലാത്ത രീതിയുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട MLA ഈ മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് ഇതിനെക്കുറിച്ച് പലവട്ടം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. കൊച്ചിയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബോട്ടുകൾ നവീകരിച്ച് നിലവിലുള്ള ബോട്ടുകൾ നവീകരിക്കാനും പുതിയ ബോട്ടുകൾ നീറ്റിലിറക്കുന്നതിന് വേണ്ട നടപടികൾ മന്ത്രിയുമായിട്ട് ആലോചിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ നടപടികൾ മന്ത്രി തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ ഏറ്റവും വലിയ വിഷയം നമ്മുടെ സംസ്ഥാന സർക്കാർ സാമ്പത്തികമാണ്. ഇപ്പൊ കേന്ദ്രം നമുക്ക് തരേണ്ടതായ നികുതി പണം തരാത്തതിന്റെ ഭാഗമാണ് നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. നമുക്ക് 3.8% നമുക്ക് കിട്ടേണ്ട നികുതി പണം കിട്ടേണ്ട സ്ഥലത്ത് 1.92% നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നിത്യേന വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് പോകാൻ സർക്കാരിന് കഴിയാതെ വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പൊ കിഫ്ബി സംവിധാനം കൊണ്ടുവരികയും അതിൽ നിന്നും പണം കണ്ടെത്താൻ കഴിയുകയും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളുടെ നിത്യേനയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചുമതല.
അതിന്റെ ഭാഗമായിട്ട് സർക്കാർ ഈ ക്ഷേമ പെൻഷൻ തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഈ ഗതാഗത സൗകര്യം എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ആക്കുന്നതിന് വേണ്ടി നടപടി MLA ഇടപെട്ടുകൊണ്ടിരിക്കും. തോപ്പുംപടി തന്നെ പുതിയൊരു ജെട്ടി പണിയുന്നതിന് വേണ്ടി MLA ഇടപെട്ട് കഴിഞ്ഞു, മന്ത്രിയോട് സംസാരിച്ചു കഴിഞ്ഞു. കാരണം പഴയ ഒരു ജെട്ടി ഉണ്ടായിരുന്നു നമുക്കവിടെ പാലത്തിനടുത്ത്, അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ MLA മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. ഏതാണ് എനിക്ക് തോന്നുന്നത്, ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നതിന്, ഗവൺമെന്റ് കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അതിന്റെ നടപടി തുടങ്ങുന്നത് തന്നെയാണ്. കാരണം വെച്ചാൽ അത് അത്യന്തം ആവശ്യമാണെന്ന് MLAക്കും അറിയാം, പൊതുവെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് വന്നു കഴിഞ്ഞാൽ അതിന് കൊച്ചിയിലെ യാത്രാ ക്ലാസിന് നല്ലൊരു പരിഹാരം ഉണ്ടാവും. ഈ മെട്രോ സർവീസ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നിലവിലുണ്ടായിരുന്ന ജലഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക, നിലവിലുണ്ടായിരുന്ന ബോട്ടുകൾ പിന്നെ അത് നവീകരിക്കുക. ബോട്ടുകൾ മോശമായിട്ടല്ല, ചിലപ്പോൾ എൻജിൻ തകരാറുണ്ടാവും. ഇപ്പം ഈ റോറോ സർവീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി റോറോ സർവീസ് നമുക്ക് അതൊരു പാർട്ടായിട്ട് എടുക്കാം. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇപ്പൊ ജലഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി MLA ഇടപെടുന്നുണ്ട്. തോപ്പുംപടിയിലോട്ട് ചുറ്റി വരാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. ഇതെല്ലാം MLAയുടെ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സഹോ പറഞ്ഞു വരുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കൂടിയായ ഷമീർ വളവത്ത് ഉന്നയിച്ചൊരു ആക്ഷേപവും ഉണ്ട്. തോപ്പുംപടിയിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിലുള്ള മീഡിയൻ നിർമ്മാണം രൂക്ഷമായ ഗതാഗത കുരുക്കിനിടയാക്കും. അത് പ്രായോഗികമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങള് ഈ 2 യാത്രാ അതായത് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ 2 പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. പക്ഷെ ഒരാൾ സുഖമില്ലാതെ ആശുപത്രിയിലായിപ്പോയി, മറ്റൊരാള് പിന്നീട് എന്തുകൊണ്ടോ വന്നില്ല. അവരുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ചയിൽ അവരുടെ യാത്രക്കാരുടെ ക്ലേശങ്ങൾ അസോസിയേഷന്റെ നേതാക്കന്മാർ പറയുന്നു ഉള്ളത് കൊണ്ടിട്ടാണ് അവർ ക്ഷണിച്ചത്. വന്നില്ല. ഈ കാര്യത്തിൽ ഞാനും ഒരു യാത്രക്കാരൻ തന്നെ. ഈ സമൂഹത്തിലെ എല്ലാവിധ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ തന്നെ. ഈ തോപ്പുംപടിയുടെ സൗന്ദര്യവൽക്കരണത്തെക്കാൾ ഉപരി അതിനകത്തുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ മീഡിയന് ഇപ്പൊ കിട്ടി ഒരു 45 സെന്റിമീറ്ററാണ് അതിന്റെ വീതി വന്നിരിക്കുന്നത്. ഇത് വന്നതുകൊണ്ട് റോഡിന് വീതിക്ക് വലിയ കാര്യമായ കുറവുകൾ വരുന്നില്ല. നമ്മൾ നിലവിൽ അവിടെ പല സ്ഥലങ്ങളിലും ടെമ്പററി മീഡിയം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഈ പറഞ്ഞ കാല് വരുന്നതും എല്ലാം വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വീതി തന്നെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വണ്ടിയായിട്ട് പോകും, ഇരുചക്ര വാഹനം ഓട്ടോറിക്ഷ ഉൾപ്പെടെ പോയിട്ട് കാറ് തിരിക്കാൻ കഴിയും. ഇപ്പോൾ പോയിട്ട് കാറിന് നിർത്തക്ക് തിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ നിന്ന് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ അപകടം പറ്റുന്ന ഒരു സാഹചര്യമാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കച്ചവടം നടത്തുന്നവർക്കും അവരുടെ കടകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ മറ്റു വാഹനങ്ങൾ പോകാനായിട്ട് ഇത്തിരി സൗകര്യക്കുറവുണ്ടാവും. അത് മറ്റുള്ളവർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഉള്ള റോഡാണിതെന്നോ മനസ്സിലാക്കിക്കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവര് അതനുസരിച്ച് ഒതുക്കി പാർക്ക് ചെയ്യണമെങ്കിൽ ഇത്ര വലിയ വിഷയങ്ങളില്ല. ഇത് സൗന്ദര്യവൽക്കരണം മാത്രമല്ല, ഈ വലിയൊരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് വളരെയധികം ഉദ്യോഗസ്ഥന്മാരായിട്ടും മറ്റു പല പൊതുപ്രവർത്തകരുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു മീഡിയൻ പണിയാൻ തന്നെ തീരുമാനിച്ചത്. കാരണം ഇതില്ലാന്നുണ്ടെങ്കിലുള്ള വിഷയം ആർക്കും ഇവിടെ വെച്ച് തിരിക്കാം. ഞാൻ ഇവിടെ സ്കൂട്ടറായിട്ട് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എളുപ്പമാർഗം സ്വീകരിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയായിട്ട് അപകടം പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഇത് പുറത്തോട്ട് വരുന്നല്ലോ, തട്ടിമുട്ടി താഴെ വീണ് ചെറിയ പരിക്കാണെങ്കിൽ പരാതിയില്ല, ആളുകൾ പാലിക്കുന്നില്ല. അത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഇല്ലാത്ത പല വിദേശത്ത് പറയുമ്പോഴത്തേക്ക് വിദേശ സൗകര്യങ്ങൾ കൂടുതലുണ്ട്. നമുക്ക് സൗകര്യങ്ങൾ ഭൂമിയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ഭൂമിയിൽ. ഇപ്പൊ ഞാൻ കേരളത്തിന് പുറത്തോട്ട് ബാംഗ്ലൂർ ഒക്കെ കിടക്കും കാരണമൊക്കെ യാത്ര ചെയ്യാറില്ല. അപ്പൊ കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് പാലക്കാട് കഴിഞ്ഞാൽ സുഖമായിട്ട് പോവാം. കാരണം ഇവിടെ റോഡിന് വീതി കൂട്ടാൻ സ്ഥലമുണ്ട്, എവിടെ വേണേലും വീതി കൂട്ടാം, യാതൊരു ബുദ്ധിമുട്ടില്ല. ഭൂമിയുണ്ട്. ഇവിടെ കേരളത്തിൽ ഭൂമിയില്ല. ജനങ്ങൾ താമസിക്കുന്നത് തന്നെ കൊച്ചിയിലും മറ്റേതിലൊക്കെ ആണെങ്കിൽ ഒരു വീട് കഴിഞ്ഞ് അടുത്ത വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇടവഴിയായിരിക്കും, സ്കൂട്ടർ കഷ്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അത് ജനസംഖ്യ അതനുസരിച്ച് കുറച്ച് ഇപ്പൊ പറയുമ്പോൾ ജനസംഖ്യ ഇപ്പൊ കുറയാൻ തുടങ്ങുന്ന സാഹചര്യമാണ്. അപ്പൊ ഇത് എത്ര കുറഞ്ഞാലും ശരി, ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ട് ബാക്ക് കിട്ടുള്ളൂ നമുക്ക്. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളാണ് സ്വാഭാവികമായിട്ട്. ഷമീറെ, ഈ സഖാവ് അലക്സാണ്ടർ പറയുന്നത് ഇതൊരു സൗന്ദര്യവൽക്കരണം മാത്രമല്ല, വലിയൊരു അപകടങ്ങൾ തോപ്പുംപടിയിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മീഡിയ നിർമ്മാണം നടത്തിയത്. മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരായിട്ടും മറ്റ് പൊതുപ്രവർത്തകരൊക്കെ ആയിട്ട് ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വന്നാൽ അത് നല്ലതല്ലേ? നമ്മളെല്ലാവരും വസിക്കുന്ന ഒരു നാടാണ് കൊച്ചി. കൊച്ചിയിൽ ജന്മം മുതൽ നമ്മൾ ഏത് സമയവും നമുക്ക് പുറത്ത് പോകുന്നെങ്കിൽ ഈ തോപ്പുംപടി ടച്ച് ചെയ്ത് വേണം പോകാൻ. പക്ഷെ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അപകടങ്ങൾ നമ്മൾക്ക് മുമ്പിൽ അവിടെ വന്നിട്ടില്ല. ഇനിയും ഉണ്ടാകില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ
ഈ പറയുന്ന ചെറിയ ചെറിയ അപകടങ്ങൾക്ക് ഈ ബീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല അവിടെ വരുന്നത്, അതില്ലെങ്കിൽ എല്ലാ ഭാഗത്തുകളും നടക്കുന്നുണ്ട്. കാരണം അതുപോലത്തെ ജനസാഗരമുള്ള ഒരു നാടാണ് കൊച്ചി. അപ്പൊ കുറച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ഫോർട്ട് കൊച്ചിയിൽ നിന്നാണെങ്കിലും പള്ളുരുത്തിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ബീച്ച് റോഡ്, കണ്ണമാരി, അതൊക്കെ എല്ലാവരും വന്ന് മുട്ടുന്ന ഒരു ജംഗ്ഷനാണ് തോപ്പുംപടി. അപ്പൊ എല്ലാവരുടെ റൂട്ട് അതിലാണ്. അപ്പൊ ആ ഒരു തിരക്ക് എപ്പോഴും അവിടെ ഉണ്ട്. ഇവിടെ ഈ ബീഡിങ് പണിയുന്നതിനോടല്ല നമുക്ക് എതിർപ്പല്ല, ഒരു റൂട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരാൻ തുടങ്ങി. നമ്മളതൊന്നും മുഖവിലക്കരിക്കണില്ല. നമ്മൾ പറയുന്ന ആ വീതി, അത്രയും വീതിന്റെ ആവശ്യമില്ല. അത്രയും വലിയൊരു ബീഡിങ് വെക്കേണ്ട ഒരു വലിയൊരു ജംഗ്ഷൻ ഒന്നുമല്ലത്, വളരെ ചെറിയൊരു ജംഗ്ഷനാണ്. അതിന്റെ വീതി കുറച്ചിട്ട് നല്ല മനോഹരമായിട്ട് ചെയ്യാം. അത് എന്തുകൊണ്ടാണ് ഇത്ര വീതിക്ക് ചെയ്യണം, അതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പറയുന്നത് ജലഗതാഗതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് നിലവിൽ നമ്മൾ ഈ പറഞ്ഞല്ലോ ഇപ്പൊ 7 വർഷക്കാലം കൊണ്ട് ഇപ്പൊ 7-8 വർഷത്തിലേക്ക് കിടക്കുന്നു സമയങ്ങളിലും ഈ ബോട്ടുകൾ എന്താ പറയുക, നമുക്ക് യാത്ര ദോഷമല്ലാണ്ട് കൂടുതൽ ഗുണകരമായിട്ടില്ല. അപ്പൊ ബോട്ടുകളിൽ നിന്ന് തന്നെയല്ലേ എന്ത് ഗവൺമെന്റ് ഉണ്ടാക്കുന്നോ അത് കാലപ്പഴക്കം ചെല്ലുന്തോറും അതിനെ വീണ്ടും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നോക്കണ്ട. അല്ലെങ്കിൽ അത് നശിന് പോയല്ലോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിന്നെ പുള്ളി ഇവിടെ സഖാവ് പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന് ഫണ്ടില്ലെന്ന് പറയുന്നത് ശരിക്കും അതൊരു ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറും. ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം വെക്കുമ്പോൾ ഫണ്ടില്ലെന്നുള്ളതല്ല, ഫണ്ട് കണ്ടെത്തുകയും കാര്യങ്ങൾ ചെയ്യും. അതാണല്ലോ ഗവൺമെന്റിനെ നമ്മൾ എല്ലാവരും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെ, അത് ജനങ്ങളുടെ ഉത്തരവാദിത്തമല്ല. മറിച്ച് ജനങ്ങൾക്ക് ഇന്ന് അധികമായിട്ടുള്ള ടാക്സും എല്ലാം കയറി വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഫണ്ട് ജനങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടും ഇനിയും ഫണ്ടില്ലെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം കായലോരങ്ങളിൽ വരുന്ന ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ പേടിയാണ്. നിലവിലുള്ള ഹൈവേ തന്നെ ഇപ്പം സഞ്ചരിക്കുന്നിടത്ത് തലയും കുത്തി വീഴുന്ന ഒരു സാഹചര്യം വരുമ്പോ ഇനി കായലോരത്തിൽ കൂടെ ഇപ്പൊ ഹൈവേ എന്ന് കേൾക്കുമ്പോ പേടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിലൊന്നും നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ജനങ്ങൾക്ക് വരുന്നു. അപ്പൊ ഉള്ളത് പിന്നെ പറയുന്ന പോലെ തന്നെ ഇന്ന് ശാസ്ത്രീയമായിട്ട് പണിതേക്കണെന്ന് എല്ലാ റോഡിനും ഉയരം കൂടിയേക്കണാണ്. ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ റോഡ് പണിയുമ്പോ കുഴിച്ചിട്ടാണ് റോഡ് പണിയണത്. നിലവില് എല്ലാ റോഡും പൊക്കി കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഒരു റോഡും കുഴിയെടുത്തിട്ട് പണിയണേ ഞാൻ കണ്ടിട്ടില്ല ഈ ഇടക്കൊന്നും. പിന്നെ ഈ 7 വർഷത്തിന്റെ എത്രയോ സമരങ്ങള് ഈ തോപ്പുംപടി മട്ടാഞ്ചേരി പോകുന്ന റോഡിൽ നടന്നു. ഈ 7 വർഷത്തിന്റെ ഒന്ന് പേപ്പറും അതിന്റെ വാർത്തകളൊക്കെ എടുത്തു നോക്കിയാൽ കാണാം. ഒരുപാട് സമരങ്ങൾ ആ റോഡിന് വേണ്ടി നടന്നിട്ടുണ്ട്. ആ റോഡ് ഇടക്ക് പണിയും മഴയത്ത് വരെയും ടാറിടുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് പ്രശ്നം. അവിടെ പറഞ്ഞ് ഇത് പരിഹരിക്കാൻ പറ്റും, പക്ഷെ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ KJ മാക്സിമില് റോഡ് ഗതാഗത സംവിധാനവും വളരെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം. ഇപ്പൊ 9 വർഷം മുമ്പ് വരെ MLA ആയത് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അങ്ങനെ നടന്നത് കൊണ്ടാണല്ലോ BOT പാലം വന്നത്. BOT പാലം എന്നില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം ഗതാഗതം ഇപ്പൊ നമ്മൾ ഇവിടെ ബുദ്ധിമുട്ടേണ്ടി വന്നത്. ആ ഒരു പാലം വന്നത് കൊച്ചിക്ക് വലിയൊരു അനുഗ്രഹമല്ലേ. വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ഇന്നത്തെ ഹാർബർ പാലത്തിന്റെ അവസ്ഥ എന്താണ്? അത് ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണ്. അത് തന്നെ എത്ര പ്രാവശ്യം പൂട്ടിയിടുന്നു ഈ വർക്കിന്റെ പേരും പറഞ്ഞിട്ട്. ഒരുപാട് അപകടങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. അതിന് പരിഹാരം ആരാ പറയുന്നത്? അപ്പോൾ ഞങ്ങളുടെ ഭരണമുള്ള സമയങ്ങളിലാണ് ഈ BOT പാലം വന്നത്. അതിന്റെ ഗുണം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ BOT പാലം എന്നുള്ള ഇത് മാത്രമാണോ ഒരു ഗതാഗത സംവിധാനത്തിന്റെ? നിലവിൽ ഇവിടെയുള്ള റോഡുകളെല്ലാം പഴയ കാലങ്ങളിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ പണികൾ എന്നും പക്കയായിരുന്നു. പുതുമയുള്ള കാഴ്ചകളിലൂടെ ഇന്ന് റോഡുകൾ ഇപ്പൊ ഒരു 5 വർഷമോ 5 വർഷത്തിൽ 3 പ്രാവശ്യം റോഡ് പണിയെന്നുള്ള ടെൻഡറുകൾ കൊടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ 1 വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന റോഡുകൾ ഉണ്ടാക്കുന്നില്ല.
അതൊരിക്കലുമില്ല. അതിലത്തെ ഒരു ഒബ്ജക്ഷൻ ഉള്ളത് BMBC നിലവാരത്തിൽ ഒരു റോഡ് പണിയുമ്പോൾ 5 വർഷം എന്നുള്ളത് ഗ്യാരണ്ടി പീരീഡാണ്. അത് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം കൊച്ചിയിൽ BMBC നിലവാരത്തിൽ തന്നെയാണ് പണിതിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് അറിയാവുന്നത്. അത് ഏതൊക്കെ റോഡ് വെട്ടുണ്ട്? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെയല്ലേ 4 റോഡ്. അത് ഏതൊക്കെ റോഡ് വന്നത്? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ മട്ടാഞ്ചേരി തോമ്പടി റോഡ് അതിൽ പെട്ടതാണ്. മട്ടാഞ്ചേരി തോമ്പടി റോഡ് നേരത്തെ തന്നെ BMBC നിലവാരത്തിൽ പണി തീർത്തല്ലേ. എന്നിട്ട് അവിടെ എത്ര പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള റോഡ് എത്രയോ പ്രാവശ്യം അവിടെ പൊളിഞ്ഞ് അതിനെ പഞ്ചർ ഒട്ടിക്കുന്ന പോലെ ആക്കുകയും. തോപ്പുംപടിയിലെ അവർലിസിന്റെ മുമ്പിലുള്ള റോഡിന്റെ തോപ്പുംപടി റോഡല്ലേ ഉദ്ദേശിക്കുന്നത്? അതല്ല, ഈ പാണ്ടിക്കുടി തോപ്പുംപടി റോഡിൽ ഈ കപ്പലിന്റെ മുക്ക് തോപ്പുംപടി റോഡ് ഈ പണിതട്ടിപ്പോ ഏതാണ്ട് ഒരു 6 മാസമായിട്ടുള്ള പുതിയ BMBC പണിതിട്ട്. അതിന് മുമ്പ് റിപ്പയർ ഉണ്ടായിരുന്നു. അത് BMBC നിലവാരത്തിലല്ല പണിതിട്ടുള്ളത്. ഇപ്പോഴാണ് MLA അത് മുൻകൈ എടുത്തുകൊണ്ട് BMBC നിലവാരത്തിൽ പണിതത്. ഇപ്പൊ BOT പാലത്തിന്റെ കാര്യം പറഞ്ഞ്, BOT പാലത്തിന് അവിടെ നിൽക്കുമ്പോൾ തന്നെ പുതിയൊരു പാലം പണിയുന്നതിന് വേണ്ടി MLA ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. 70 കോടി രൂപയാണ് അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം സർക്കാർ MLAക്ക് അറിയാം ഈ വരുന്ന ജനസാന്ദ്രത കൂടുന്നതനുസരിച്ച് ഇവിടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തണം. ബോട്ട് ഗതാഗതം മാത്രമല്ല, മറ്റു വാഹനം കാറുള്ളവർക്കും എറണാകുളത്ത് നിന്ന് പല ആളുകളും കൊച്ചിയിലോട്ട് താമസിക്കാൻ വരാൻ മടി കാണിക്കുന്നത് ഈ ഗതാഗത സൗകര്യത്തിന് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അതിന്റെ അത് ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് റോഡുകളെല്ലാം നല്ല നവീകരിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയൊരു പാലം പണിയുന്നതിന് വേണ്ടി 70 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഗവൺമെന്റിൽ MLA സമർപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഒരു അടുത്തൊരു 6 മാസത്തിനുള്ളിൽ അതിനുള്ള അനുമതി കിട്ടുമെന്നാണ് നമുക്ക് കരുതുന്നത്. കാരണം ഗവൺമെന്റ് നടപടിക്രമമുണ്ട്, അത് പാലിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ കുമ്പളങ്ങി കെൽട്ടോൺ പാലം അത് ഏതാണ്ട് ഒരു 5-6 വർഷമായി അതിന് ടെസ്റ്റ് ഫയൽ അടിച്ച് അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ മറ്റ് നടപടിക്രമം കഴിഞ്ഞ് ഇപ്പൊ അത് ടെൻഡറായി പാലം പണിയാണ്. ഏതാണ്ട് 40 കോടി രൂപയുടെ അടുത്തുള്ള എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കുന്നത്. അത് ടെൻഡർ എടുത്തു. പിന്നെ ഏതാണ്ട് തൊട്ടടുത്ത സമയത്ത് തന്നെ പാലത്തിന് പണി ഉദ്ഘാടനം ചെയ്യപ്പെടും. ഒരു 2 വർഷത്തിനുള്ളിൽ കെൽട്ടോൺ കുമ്പളങ്ങി പാലം, അതായത് ചെല്ലാനം മുതലുള്ള ആളുകൾക്ക് ആ വഴി നേരെ എറണാകുളത്ത് എത്തപ്പെടാൻ കഴിയും. കാരണം വെച്ചാൽ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ പാലത്തിന്റെ പണിക്ക് MLA മുൻകൈ എടുക്കുകയും അന്ന് ആരിഫ് MLA ഉള്ള സമയത്ത് അവർ രണ്ടും കൂടെ ആലോചിച്ചുകൊണ്ടാണ് ഇതിന്റെ നടപടികൾ എടുത്തത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇപ്പൊ അടുത്ത ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മ ആ ഉദ്ഘാടനത്തിന് ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ അതിന്റെ വർക്ക് തുടങ്ങും. ടെൻഡർ എടുത്ത വഴി നമുക്ക് പരിചയമുള്ള കമ്പനിക്കാരെ അതിനെ വർക്ക് എടുത്തിട്ടുള്ളത്. BOT പാലം എന്ന് പറഞ്ഞത് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിലേക്ക് പോയതാണ്. ഒത്തിരി പണം കൊച്ചിക്കാരുടെയും ഒക്കെ പോയതാണ്. പിന്നീട് വലിയ പ്രതിഷേധവും ശക്തമായ പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വന്നതിന് ശേഷമാണ് ആ പാലത്തിന്റെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കി ആ പാലം GCDA ഏറ്റെടുത്തത്. നേരെ മറിച്ച് ഇപ്പോൾ KJ മാക്സി MLA ആ തോപ്പുംപടി ഹാർബർ പാലത്തിന് സമാന്തരമായി ഒരു പാലം എന്നുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് 70 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇട്ട് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പിന്നെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് KJ മാക്സി MLA എന്നുള്ള നിലവിൽ പറയണ്ടല്ലോ. സർക്കാരിന് ഫണ്ടില്ലെന്ന് പറയുമ്പോ ഈ ഫണ്ടിനെ കുറിച്ച് ചിന്തിക്കണത്. സർക്കാരിന് ഫണ്ട് ഉണ്ടെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള ബോട്ടുകള് സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ? വർഷങ്ങളായിട്ടില്ലല്ലോ, എത്രയോ വർഷങ്ങളായി ഇത് നടന്നു തീരാത്തത്. എത്രയോ സമരങ്ങൾ അവിടെ നിന്ന് സാധാരണക്കാർ, ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ എത്രയോ സമരങ്ങൾ അവിടെ വന്ന് അവരുടെ സങ്കടങ്ങൾ അവിടെ പറയുന്നു. ഇതെല്ലാം അധികം കോടികളൊന്നും വേണ്ട ഈ പണിയെടുക്കാൻ. എന്തുകൊണ്ട് അതിലേക്ക് ചിന്തിക്കുന്നില്ല? സംസാരിക്കാൻ എല്ലാവർക്കും കഴിയും. അവിടെ പറയുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ എത്ര പേർ അല്ലെങ്കിൽ നമ്മളിൽ എത്ര പേർ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നുണ്ട്? കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരമായിട്ടൊരു 40% ആളുകൾ ആശ്രയിക്കുന്നുണ്ട്. ഈ അങ്ങനെ പൊതുഗതാഗത സംവിധാനത്തെ അവഗണിച്ച് പോകുന്നതും ഒരു രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എനിക്കൊന്ന് എറണാകുളം വരെ പോകണം, ബസ്സിൽ കയറി പോവാം, ബോട്ടിൽ കയറി പോവാം.
പക്ഷെ സ്വന്തം വണ്ടിക്കും പോവാം. പക്ഷെ ഈ സ്വന്തം വണ്ടി ഓരോരുത്തരും നിരത്തിലിറങ്ങുമ്പോഴല്ലോ ഈ വണ്ടികളുടെ എണ്ണം കൂടുന്നത്. അപ്പൊ അതൊരു വിഷയം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നു ഒരു വർക്കിന്, ഒരു ഓഫീസിൽ വർക്കിന് പോകുന്നു. ഞാൻ ഈ ബോട്ട് ഉദ്ദേശിച്ചാണ് പോകുന്നത്. ഈ ബോട്ട് ഉദ്ദേശിച്ച് പോകുന്നവരുടെ ഒരു കാര്യം കൂടി ഉണ്ട്. വീട്ടിൽ നിന്ന് അതാത് സമയങ്ങളിൽ നടന്ന് വേണം ഇവർ പോകുന്നത്. നേരെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും ഇന്ന് വെയിലേറ്റം കാരണം ബോട്ടില്ല, ഇന്നത്തെ ഷെഡ്യൂൾ മാറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അല്ല, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അങ്ങനത്തെ സാഹചര്യം ഇല്ല. തീർച്ചയായിട്ടും അത് മെട്രോ ഫോട്ടോ സഖാവ് ഈ പറയുന്ന മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിലും ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിലും രാവിലെ പോയി നിന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. അപ്പൊ അറിയാൻ പറ്റും ഇത് ആശ്രയിക്കണ്ടെന്ന്. ഇന്നും സാധാരണക്കാരെ അത് ആശ്രയിക്കുന്നുണ്ട്. കുറേയേറെ ആളുകൾ ഇന്നും അവിടുത്തെ പാസഞ്ചറാണ്. മട്ടാഞ്ചേരിയിലെ പഴയ ബോട്ട് ജെട്ടി ഉണ്ടല്ലോ, ആ ബോട്ട് ജെട്ടി നവീകരിക്കാൻ വേണ്ടിയുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് ഡ്രഡ്ജിങ്ങിന്റെ ഒരു വിഷയം കൂടെ ഉണ്ട്. ഡ്രഡ്ജിങ് മാത്രമല്ല അവിടുത്തെ പ്രശ്നം. അവിടെ ബോട്ട് സമയാസമയത്ത് അടുക്കുള്ളൂ. അതിനുള്ള നടപടികളും മന്ത്രി MLA നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൊച്ചിയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായത് എന്താണ് അത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു സമീപനമാണ് KJMAXIക്കുള്ളത്. പക്ഷെ വേറെ കാര്യം ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ പറയുന്ന മട്ടാഞ്ചേരി മാത്രം എടുത്താൽ പോലും ആ മട്ടാഞ്ചേരിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ആ ബോട്ട് ജെട്ടിയുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് അതില് കാര്യമായിട്ട് ഇടപെടുന്നില്ല? ആ ബോട്ട് ജെട്ടി ഇപ്പൊ നവീകരിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇപ്പൊ ഇലക്ട്രിക്കൽ ഇല്ല. ഇലക്ട്രിക്കൽ ചെയ്യേണ്ട ആളുകൾ അത് പണിതിട്ടില്ല. ബാത്റൂമിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു സമരത്തിനെ തുടർന്ന് ഒരു ബാത്റൂം മാത്രം തുറന്നിട്ട് കൊടുത്ത് ഇപ്പോഴും അവിടെ കരണ്ട് കിട്ടിയിട്ടില്ല. പിന്നെ എന്ത് നവീകരണത്തിന്റെ പേരിലാണ് എങ്ങനെയാണ് നവീകരണം എന്ന് പറഞ്ഞാൽ? എല്ലാ പണിയും കഴിഞ്ഞ് തുറന്നു കൊടുക്കുന്നതിനാണ്. നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. നവീകരണം നടന്ന് ഉദ്ഘാടനം കഴിഞ്ഞില്ലേ? അല്ല, അത് ഉദ്ഘാടനം കഴിഞ്ഞ നവീകരണം കഴിയാണ്ട് ചെയ്യും. അതിനകത്തുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. നവീകരണം ചെയ്യാണ്ട് എങ്ങനെ ഉദ്ഘാടനം ചെയ്യും? അല്ല, അവിടുത്തെ ഉദ്ഘാടനം അവിടെ കഴിഞ്ഞിട്ടില്ല. കാരണം ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിട്ടില്ല. ബോട്ട് സർവീസ് ആരംഭിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവര് ബോട്ട് സർവീസ് ചെയ്യുമ്പോ അവിടെ കറണ്ട് ഉണ്ടോ, ബാത്റൂം ഉണ്ടോ, വെള്ളമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണ്ടേ? ഒരു യാത്രക്കാരൻ അവിടെ വരുമ്പോ അതിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? വെള്ളവും കറണ്ടും അവിടെ ഉണ്ട്. എത്ര ദിവസം ഇത് നവീകരണം പൂർത്തിയായെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടു എത്രയോ നാള്. ഇപ്പൊ അവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം എക്കലിടിഞ്ഞിട്ട് ബോട്ട് എടുക്കാനായിട്ട് ചില സമയങ്ങളിൽ ഇറക്ക സമയങ്ങളിൽ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി എക്കല് മാറ്റുന്നതിന് കഴിഞ്ഞ നിയമസഭയിൽ തന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പൊ അത് തോന്നുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? 50 രൂപ കൊടുത്ത് യാത്ര ചെയ്യാവുന്ന ഒരു ബോട്ട് ഇപ്പൊ അവിടെ വരാൻ പോകുന്നുണ്ട്. അവരെ പണി നല്ല രീതിയിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നിന്ന് 50 രൂപ കൊടുത്ത് കയറണം. 50 രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്ന നവീന രീതിയിലുള്ള ബോട്ട് സർവീസ് കാലഘട്ടത്തിന് ആവശ്യമില്ല. നിലവിലുണ്ടല്ലോ മെച്ചപ്പെട്ട ജീവിത രീതിയിൽ KSRTCന്റെ ഈ പറയുന്ന ബോട്ട് അവർക്ക് ഒരു നവീകരണം ഇല്ലെന്നാണോ പറയുന്നത്? ഇപ്പൊ മെട്രോ പോലുള്ളവർക്കാണോ? KSRTCയുടെ ബോട്ട് സർവീസ് നവീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് KJMAXI MLA സംസാരിച്ചിരിക്കുന്നത്. അതിന്റെ പലവട്ടം മന്ത്രിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിലവിലുള്ള ബോട്ടുകൾ, സർവീസ് നടത്താൻ കഴിയാത്ത ബോട്ടുകളും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളും നവീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സർവീസ്. കൂടുതൽ പാസഞ്ചർ സഞ്ചരിച്ചിരുന്ന ഒരു ഭാഗമാണ് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞത്. പക്ഷെ വളരെയേറെ സംഘടിച്ചു. വർഷങ്ങളോളം അതൊരു ശ്മശാന ഭൂമിയാവുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. ആരും ചോദ്യം ചെയ്തിട്ട് പോലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എത്രയോ വർഷത്തോളം KJMAXI MLA ആയതിനു ശേഷം അതിന് വേണ്ട ഇടപെടൽ 50 വർഷം കൊണ്ടാണ്. കഴിഞ്ഞ കാല ഗവൺമെന്റുകളുടെ കഴിഞ്ഞ MLA-മാരുടെ നിരുത്തരവാദ സമീപനമാണ് ഈ ബോട്ട് ജെട്ടിയൊക്കെ ഇങ്ങനെ മോശമായി. ഈ 9 വർഷം എടുത്തോ ഇതിൽ ഡൊമിനിക് പ്രസന്റേഷൻ കുഞ്ഞാണെങ്കിൽ ശരി, ഇവരെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയാത്ത MLA-മാരാ. ഇവര് ഈ MLA-മാരെന്ന് പറഞ്ഞാൽ ഈ കൊച്ചിയിൽ അവരെന്തെങ്കിലും ആവശ്യത്തിലൂടെ വരുമ്പോ ആ ആവശ്യം കഴിഞ്ഞ് അവരങ്ങോട്ട് പോണേ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഡൊമിനിക് പ്രസന്റേഷൻ ലൊരേറ്റോ സ്കൂളിൽ ഒരു വായനശാല ഉദ്ഘാടനത്തിന് വന്നു അദ്ദേഹം. അപ്പൊ ഞാനന്ന് അവിടെ അതിനകത്ത് ആശംസ ഉണ്ട്. അദ്ദേഹം വന്നു, ക്യാമറമാൻ വന്നു, നേരെ പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ വണ്ടി കയറി പോയി. വേറെ അപ്പൊ ചോദിച്ചപ്പോൾ മട്ടാഞ്ചേരി പരിപാടി ഉണ്ടെന്ന്. അതും കഴിഞ്ഞ് അദ്ദേഹം എറണാകുളത്ത് പോകണേ. നമുക്ക് കൊച്ചിയിലെ ഒരു MLA-യുടെ ഒരു ആവശ്യം പറയാൻ ഇബ്രാഹിം കുഞ്ഞുള്ള സമയത്താണെങ്കിൽ ശരി, നമുക്കൊരു ആവശ്യം പറയാനായിട്ട് ഒരു MLA ഇല്ല. അവരുടെ PM-മാരുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള മറ്റുള്ളവരുടെ അടുത്തോ നമുക്ക് പറയാനേ കഴിയുള്ളൂ.
അവരെത്ര കണ്ട് അവിടെ ബോധിപ്പിക്കുന്നു എന്ന് നമുക്കറിയില്ല. KJMXയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. KJMXയെ നമുക്ക് നിരന്തരം റോട്ടിൽ കാണാം. MLA-മാരെ റോട്ടിൽ കണ്ടിട്ടോ വീട്ടിൽ പോയി കണ്ടിട്ടോ ഓഫീസിൽ പോയി കണ്ടിട്ടോ എന്താ കാര്യം? നമ്മൾ സഞ്ചരിക്കുന്ന ഇപ്പൊ എല്ലാ ആളുകൾക്ക് ഈ പറയുന്ന MLA-ന്റെ വെഹിക്കിൽ നടക്കാൻ പറ്റില്ല. പലരും ചോദ്യം ചെയ്യപ്പെടുന്ന വളരെ ചുരുങ്ങിയ ആളുകളാ. ആ ആളുകളല്ല, മറ്റുള്ളൊരു സാധാരണക്കാരായ ജനങ്ങൾ ഈ പറയുന്ന ഒരു MLA-ന്റെ വെഹിക്കിലും പോകില്ല. അവര് ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. MLA-യുടെ ഈ കഴിഞ്ഞ 2016 KJMX MLA ആയിട്ട് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ കഴുത്തുമുട്ടിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അന്ന് മുതൽ ഏതാണ്ട് ഒരു വർഷമുണ്ടല്ലോ, ഭയങ്കര തിരക്കാണ് ഇവിടെ. കാരണം ജനങ്ങളുടെ അനവധി പ്രശ്നങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം MLA കണ്ട് പറയാനും MLA വഴിയാണ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല തിരക്കാണ് അവിടെ. എപ്പോഴും ഇന്നിപ്പോ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം MLA പരിഹരിച്ചു കഴിഞ്ഞു. എന്നാലും ശരി, പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പവും രാവിലെ വൈകുന്നേരമായിട്ട് ഓഫീസുമായിട്ടും വീടുമായിട്ട് ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ഇടപെടാത്ത വേറൊരു കാര്യം കൊണ്ടാണ്. കാരണം നമ്മൾ ഇവിടെ വന്നേക്കുന്ന ഒരു വിഷയം മറ്റുള്ള വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ കൊച്ചി നഗരസഭയുടെ കീഴിൽ ആണ് പിന്നെ റോറോ സർവീസ്. അത് നടത്തുന്നതാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് കിൻഗോ. എപ്പോഴും ഈ റോറോ സർവീസ് ബ്രേക്ക് ആവുന്നുണ്ട്. പലപ്പോഴും ഇത് ബ്രേക്ക് ആക്കുകയാണോ എന്നുള്ളത് പലരും സംശയിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ നിരന്തരം യാത്രാക്ലേശം, അതായത് ഒരു റോറോ സർവീസ് അല്ലെങ്കിൽ റോറോ സർവീസ് നിർത്തിയാൽ പിന്നെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഒരു തവണ ഈ KJMX MLA-യും ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞതാണ്. കാരണം അക്കരെ കുടുങ്ങിയ അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സർവീസ് കാര്യക്ഷമമായി നടത്താൻ കിൻഗോക്ക് കഴിയുന്നില്ല എന്നുള്ളത് പൊതുവേ ഉള്ള ആക്ഷേപമാണ്. നഗരസഭയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇടപെടുന്നുമില്ല. അവിടെ KJMX MLA-ക്ക് ഇടപെടലുകൾ പരിമിതമായിരിക്കും. നഗരസഭയാണ് ചെയ്യേണ്ടത്. എന്താണ് നഗരസഭ ഭരിക്കുന്നതും ഇടതുപക്ഷമാണ്. ഈ കിൻഗോ ഇത് നമ്മുടെ റോറോയായിട്ട് ബന്ധപ്പെടുമ്പോ സംസാരിക്കുമ്പോ 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് കൊച്ചിയിൽ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിനു മുമ്പ് ഇത് പണി കഴിപ്പിച്ച കൊച്ചി ഷിപ്പ്യാർഡ്. ഈ രണ്ടിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മെക്കാനിക്കൽ സൈഡിലുള്ള തകരാറാണ് ഈ നിരന്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മളൊരു കപ്പൽ പണിത് ഇവിടെ നിന്ന് കൊച്ചി ഷിപ്പ്യാർഡിൽ കപ്പൽ പണിത് നീറ്റിലിറക്കി ചരക്കെടുത്ത് പോണേന് ഇത് 6 മാസം 3 മാസം കൂടുമ്പോ അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കൂടുമ്പോ റിപ്പയർ ചെയ്യണം, ഡോക്കിക്കേറ്റ് ചെയ്യണം. അല്ല, ഈ റോറോ സർവീസ് 2 റോറോ സർവീസും ഇങ്ങനെ 6 മാസമോ 8 മാസമോ 1 വർഷമോ കൂടുമ്പോ റിപ്പയർ ആകാൻ പാടില്ല. അത് മെക്കാനിക്കലായിട്ടുള്ള തകരാറാണ് ഇതിന്റെ. ഇത് ടെൻഡർ വിളിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ എടുക്കുന്ന സമയത്ത് ഈ അന്ന് തന്നെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു, ഇതിന്റെ എൻജിൻ സൈഡ് ക്ലിയർ അല്ല. അത് മറ്റൊരു വിദേശ രാജ്യത്ത് ഒഴിവാക്കപ്പെട്ട എൻജിനാണ് ഇതിന് സ്ഥാപിച്ചതെന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളത്. ഞാനതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല, കാരണം എനിക്ക് അതിനകത്ത് വിശ്വസനീയമായ തെളിവുകളില്ല. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇന്നും നിരന്തരം 3 മാസം 6 മാസം കൂടുമ്പോൾ നിരന്തരം ഓരോ വർക്ക്ഷോപ്പിനാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ കമ്മീഷൻ വെച്ച് പരിശോധിച്ചാൽ മാത്രമേ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുള്ളൂ. ഇപ്പൊ പുതിയതായിട്ടൊരു റോറോ പണിയാനുള്ള തീരുമാനം എടുത്ത് പണി തുടങ്ങിക്കഴിഞ്ഞു. അത് കൊച്ചി ഷിപ്പ്യാർഡിന്റെ ഉത്തരവാദിത്തത്തിലാണ്. നമുക്കിപ്പോ ഒരു കപ്പല് ഒരു 1000 രൂപ ചെലവഴിച്ച് കപ്പൽ പണിത് നീറ്റിലിറക്കി കഴിഞ്ഞാൽ 1 വർഷം കൂടുമ്പോൾ ഡോക്ക് കയറ്റാൻ പറ്റും. റോറോ സർവീസ് 1 വർഷമല്ല 2 വർഷം കഴിയുമ്പോൾ മാത്രമേ അത് സർവീസ് കയറ്റേണ്ട ആവശ്യമുള്ളൂ. ഇത് ഒരു ദിവസം സർവീസ് കയറ്റി കഴിഞ്ഞാൽ മിനിമം ഒരു 15 ദിവസം 1 മാസം വേണം. അത്ര ദിവസം ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ. ശരിക്കും ഇപ്പൊ ഇവിടെ തീരദേശ പാതകൾ വരുമ്പോഴത്തേക്ക് റോറോ സർവീസിന്റെ എണ്ണം ഇനിയും കൂട്ടേണ്ടതുണ്ട്. ജെട്ടി തന്നെ പുതിയ പണി തന്നെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ എത്ര കണ്ട് പരിശോധന നടക്കുന്നുള്ളത് നമുക്കറിയില്ല. അത് അതിന്റെ ഏജൻസികളൊക്കെ നടത്തുന്നുണ്ടാവും. പക്ഷെ നിലവിൽ ഇപ്പൊ റോറോ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള 2 റോറോ സർവീസും അതിന് മെക്കാനിക്കലായിട്ടുള്ള തകരാറാണ് ഈ നിരന്തരം ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതിനകത്ത് ഇപ്പൊ കോർപ്പറേഷൻ അന്നത്തെ മേയറോ ഇന്നത്തെ മേയറോ ആരെയും നമ്മൾ കുത്തിരിപ്പെടുന്ന അവർക്ക് ടെക്നിക്കലായിട്ട് അവർക്ക് അറിയില്ല. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് അറിയില്ല. ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആരാണ്? അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്.
ഇതിന്റെ എഞ്ചിൻ എന്താണ് കണ്ടീഷൻ, ഈ എഞ്ചിൻ എവിടെ ഉപയോഗിച്ചിരുന്നതാണ്, ഇതിന്റെ നിലവാരം എന്താണ്, ഇത് എത്ര നാള് ഈ ഇതേ കമ്പനിയുടെ എഞ്ചിൻ വേറെ ഏതൊക്കെ രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ മറ്റുള്ള ബസ്സുകളിൽ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റിജക്ട് ചെയ്തിട്ടുണ്ടോ. ഇത് റിജക്ട് ചെയ്യപ്പെട്ട എഞ്ചിനാണെന്നാണ് ഒന്ന് പറഞ്ഞു കേട്ടിരുന്നത്. എത്ര മാസമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ശരി, ഈ റോറോമായിട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സത്യസന്ധമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരുള്ളൂ. ഇനി ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് കർശനമായ മേൽനോട്ടത്തിൽ വേണം ഇത്. ഇപ്പൊ അവിടെ വേറൊരു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു ഫോർട്ടിക്യൂ എന്ന് പറഞ്ഞിട്ട്. ഏതാണ്ട് 100-ലേറെ ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാവുന്ന ബോട്ട് സർവീസ്. എന്നാൽ അതും ഏതാണ്ട് കോടികൾ 1.5 കോടിയാ 2 കോടിയൊക്കെ വിനിയോഗിച്ച് നിർമ്മിച്ചതാണ്. മനോഹരമായ ബോട്ടാണ്. ആ ബോട്ട് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. സർവീസ് നിർത്തിവെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെയും അതിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്ന സമയത്തും സർവീസ് ഇറക്കൂലായിരുന്നു. ഇപ്പൊ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞതുകൊണ്ടിട്ടാണെന്ന് പറയുന്നു. പക്ഷേ ആ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പകുതിയിലേറെ ആളുകൾക്ക് ആ ബോട്ട് സർവീസിനെ ആശ്രയിക്കാൻ കഴിയുമായിരുന്നു. നേരത്തെ സ്വകാര്യ വ്യക്തികൾ സർവീസ് നടത്തിയിരുന്നപ്പോൾ 2 ബോട്ട് സർവീസ് നടത്തിയത്. ഇത് കിൻഗോ നഷ്ടത്തിന്റെ പേരിലാണ് ഈ ബോട്ട് സർവീസ് വേണ്ട എന്ന് വെച്ചതെന്നാണ് പൊതുവെ ഉള്ള ആക്ഷേപം. അത് സാങ്കേതികമായ ഒരു വിഷയമാണ്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർത്തപ്പെട്ടത്? ഫിറ്റ്നസ് ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഫിറ്റ്നസ് അത് വേണ്ട വിധം മെയിൻ്റനൻസ് ചെയ്ത് സർവീസ് നടക്കാഞ്ഞിട്ടാണോ എന്നാണെന്നുള്ളത് അത് കോർപ്പറേഷൻ സർക്കാർ അത് വേണ്ടതെന്ന് പരിശോധിച്ച് നടപടി എടുക്കേണ്ട കാര്യമാണ്. ബോട്ട് സർവീസ് ആവശ്യമാണെങ്കിൽ തന്നെ നിലവിൽ ഇത് ഈ യാത്ര ചെയ്യാനായിട്ട് വലിയ കാൽനട യാത്രക്കാർക്ക് വലിയ വിഷയങ്ങൾ വരുന്നില്ല. ഇവിടെ ബോട്ട് ഇല്ലെങ്കിൽ തന്നെ സൗകര്യമായിട്ട് യാത്ര ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. ഒരു ജങ്കാറില്ലെങ്കിൽ തന്നെ അടുത്ത ജങ്കാറ് സമയത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാൽനട യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാനായിട്ട് ബോട്ടില്ലെങ്കിലും സൗകര്യപ്രദമായ സൗകര്യമാണ്. അപ്പോൾ ബോട്ട് സർവീസിനെ കുറിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടി വരും. കാരണം എന്നാൽ മാത്രമേ അതിൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി പിൻകോഡ് ഭാഗത്തുള്ള വീഴ്ചയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യ ആളുകളുടെ ഇടപെടലാണോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ബോട്ട് സർവീസ് വലിയ അത്യാവശ്യമുള്ള കാര്യമില്ല എന്നുള്ളതാണ്. ഇതിലിപ്പം കൂടുതലൊന്നും പറയും. കാരണം സഖാവൻ ഇപ്പൊ അതിന്റെ കുറവുകളെ കുറിച്ച് പറഞ്ഞു. ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു എഞ്ചിൻ വെച്ച് ഓടുന്ന ഒരു റോറോ എന്ന് പറയുമ്പോൾ തന്നെ പക്ഷേ അത് ടോണി ചമ്മിയുടെ ഇന്നത്തെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇന്ന് ഭരണാധികാരിയാണെങ്കിൽ എന്റെ കീഴിൽ ഓടുന്ന സാധനമാണത്. ഇന്നലെ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആ കാലത്താണ്. എപ്പോ പൂർത്തീകരിച്ചാലും ഇന്ന് ഞാൻ കയറി ഇരുന്നിട്ട് 5 വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോഴും ഈ വിഷയം നിലവിൽ നിൽക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്രക്കാരിൽ എന്ത് സുരക്ഷിതത്വമുണ്ട് യാത്രക്കാർക്ക്? അത്രമുള്ളൂ നമ്മൾ യാത്രക്കാര്? അങ്ങനെയാണോ ജനങ്ങളോട് ഇവർ കാണുന്ന ഈ പറയുന്നത് പോലെ തന്നെ ഈ റോറോക്കകത്ത് കാൽനടക്കാരെ കയറ്റാനല്ല ഈ റോറോ ഉണ്ടാക്കിയേക്കണം. അത് അതിന്റെ അകത്ത് പോകുന്ന കാൽനട യാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഈ വണ്ടികൾ കയറി വരുമ്പോ മേത്ത് ഈ ടോണി ചമ്മണിക്ക് ശേഷം മേയറായി വന്നാരാ? ഈ ടോണി ചമ്മണിയോ ആരാണോ? ഈ ടോണി ചമ്മണിക്ക് ശേഷം മേയറായി വന്നത് ആരാന്ന് വെച്ചാൽ സൗമ്യന് ചെയ്യണാണ്. അന്ന് പരിശോധിക്കണ്ടേ? അന്ന് പരിശോധിക്കണമെന്ന് വെച്ചാൽ അന്ന് പറയുന്നത് ഇതുപോലെ പരിശോധിക്കപ്പെടണം. അതിപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അന്ന് നടന്നില്ല, ഇന്നും നടക്കണ്ട. അങ്ങനെയാണോ? നടക്കണം തീർന്നു കഴിയുമ്പോഴല്ലോ. ഭരണം തീരാനായപ്പോഴാണോ നടത്തേണ്ടത്? ഇപ്പൊ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ അതിലേക്ക് അല്ല നമുക്ക് ഓൾറെഡി സഖാവ് പറഞ്ഞത് പോലെ അദ്ദേഹം അത് സ്ഥിരീകരിച്ച് പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ആ കാലത്ത് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇത് ഇന്നൊക്കെ എന്നെ സ്റ്റോപ്പ് ചെയ്ത് ചെക്ക് ചെയ്യണമെന്ന്. എന്ത് വിശ്വാസത്തിലാണ് ജനങ്ങൾ യാത്ര ചെയ്യണത്? എങ്ങനെ വിശ്വസിച്ച് യാത്ര ചെയ്തില്ല? 8 വർഷം യാത്ര സഞ്ചരിച്ചില്ല. ഇപ്പൊ അതൊരു ഭാഗ്യം, അവരുടെ ഭാഗ്യം. പക്ഷെ ഇങ്ങനത്തെ ഒരു തകരാറ് അതിന് സംശയമുണ്ടെങ്കിൽ ഇത് ഈ പറയുന്നത് പോലെ തന്നെ ചെക്ക് ചെയ്യണം. അത് നോക്കേണ്ട കടമ ഇന്നത്തെ അധികാരികൾക്കാണ്, കഴിഞ്ഞ അധികാരികൾക്കല്ല, വരാൻ പോകുന്ന അധികാരികൾക്കല്ല. പിന്നെ പോരാത്ത ഈ ബോട്ടിന്റെ കാര്യം, കാൽനടക്കാർക്ക് ബോട്ട് തന്നെയാണ് വേണ്ടത്, അല്ലാണ്ട് റോറോ അവർക്ക് പറഞ്ഞിട്ടില്ല. റോറോയിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് കുറച്ചു പേര് ഒന്നിച്ച് കയറുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ട് റോറോയില് യാത്ര ചെയ്യുമ്പോ ഉണ്ട്. വളരെ കുറഞ്ഞ ആളുകൾക്ക് ആ സൈഡിൽ ഇരിക്കാനേ സീറ്റുള്ളൂ, ബാക്കി എല്ലാവരും നിക്കണം. ഒരു പ്രായമുള്ള ആള് കയറി അങ്ങനെ കുറച്ചു പേര് കയറി അവർക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അവര്
ഇരിക്കണവർക്ക് ഇരിക്കാൻ സീറ്റ് ഓരോ സർവീസ് എമർജൻസി സീറ്റുകളുണ്ടോ ഇതിന്റെ യാത്രാ സമയം 5 മിനിറ്റിന് അവര് 10 മിനിറ്റ് 15 മിനിറ്റ് ആ ജാടിയിൽ കിടക്കും ഈ സാധനം. ഒന്നുമില്ല. ഇപ്പൊ തിരക്കില്ലാത്ത ഒരെണ്ണം പോലും നിൽക്കുന്ന സമയത്ത് അവര് സമയം അനുസരിച്ചാണ് വരുന്നത്. അല്ല, അത് മാത്രമല്ല, അവിടെ ഇതിനകത്ത് മഴയും വെയിലും കൊണ്ടുപോകണം സാധാരണ യാത്രക്കാർ പോകാനായിട്ട്. മഴയാണെങ്കിൽ മഴ കൊള്ളണം, വെയിലാണെങ്കിൽ വെയിൽ കൊള്ളണം. പക്ഷെ ബോട്ട് സർവീസ് അങ്ങനെയല്ല. ബോട്ട് സർവീസിൽ നമുക്ക് കംഫർട്ടായിട്ട് പോകാം. ബോട്ട് സർവീസ് അവിടെ അനിവാര്യമാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ആ സർവീസ്, അത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതെ, അത് ആരാണെങ്കിലും അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. അത് ജുഡീഷ്യൽ അന്വേഷണം എന്ത് അന്വേഷണം വെച്ചാണെങ്കിലും അത് ശരിക്കും സുരക്ഷിതമല്ലാത്തൊരു ആളുകളുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ബോട്ട് സർവീസ് ആയിട്ട് മാറും ആ റോറ് സർവീസിൽ. പക്ഷെ അതൊരിക്കലും പിന്നെ അങ്ങനെ ഒരു കിംവദന്തി ഉണ്ട് എന്നല്ലാതെ അതൊന്നും അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, നിലവിൽ 6 മാസം കൂടുമ്പോൾ ഒരു മെയിൻ്റനൻസ് വരുന്നുണ്ട്. മെയിൻ്റനൻസ് അത് അതിന്റെ നല്ല രീതിയിലുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഇവിടെ കിട്ടുന്നില്ല, സ്പെയർ പാർട്സ് കിട്ടുന്നില്ല, വിദേശത്ത് കൊണ്ടുവരണം. വിദേശത്ത് കൊണ്ടുവരാൻ വരുമ്പോഴത്തേക്ക് 3 മാസം 4 മാസം വരെ സർവീസ് പെട്ടിടുന്ന സാഹചര്യമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഈ സഖാവിന് ഒരു സംശയം ഉണ്ടെങ്കിൽ അവര് ഭരിക്കുന്ന പാർട്ടിയുടെ രീതിയിലാണ് ആ സംശയം വന്നേക്കണം. അപ്പൊ ഏത് പാർട്ടി മുമ്പ് കൊണ്ടുവന്നുള്ളതല്ല, സംശയം ഉണ്ടെങ്കിൽ അത് ഇപ്പം നിർത്തി അതിന്റെ പരിശോധന നടത്തണം ഞാൻ പറഞ്ഞ. സംശയം വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ജീവൻ നഷ്ടപ്പെടും അങ്ങനെ പോയാൽ. ഇതിന്റെ മെയിൻ്റനൻസ് നടന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിനെ കുറിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോലെ 6 മാസം 3 മാസം കൂടുമ്പോൾ മെയിൻ്റനൻസ് വരുന്നത്. ഇടക്കിടക്ക് ഇതിന്റെ കൺട്രോൾ പോയിട്ട് ഒഴുകി നടക്കുന്നുണ്ട്. അതിന് ആരും ഉത്തരവാദിത്തം പറയും. അത് ഉത്തരവാദിത്തം പറയേണ്ടത് അന്ന് ഇത് അതിന് വേണ്ട ഉപയോഗിച്ച ടോണി ചമ്മണിയും മേയർ സൗമനി ജയനോണ്. അങ്ങനെ പറയിപ്പിക്കേ, നിങ്ങൾ പറ ഇന്ന ആള് സമയത്ത് ഇന്നതല്ല ചെയ്ത്, അത് അവര് ചെയ്തത് കൊണ്ട് ഈ ബോട്ട് ഇന്ന് ഇങ്ങനെ നടന്നോട്ടെ, അല്ലെങ്കിൽ റോറോ കടലിൽ ഒഴുകിക്കോട്ടെ. ഞാൻ ചെയ്തില്ല, അവരാണ് ചെയ്തത്. അനിൽകുമാർ ഉത്തരവാദിത്തം. അനിൽകുമാർ മേയറായിട്ട് വന്നതിന് ശേഷം ഈ 2 റോറോ സർവീസും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അതാ സമയങ്ങളിൽ കയറ്റി അതിന്റെ മെയിൻ്റനൻസ് തീർത്തിട്ടാണ് പിന്നീട് ഇറക്കിയിരിക്കുന്നത്. ഇല്ലെന്നീ എന്നാലും ഇത് കാണണ്ടേ, ഇടക്കിടക്ക് ഇത് ഒഴുകി നടക്കുന്നു, ഇടക്ക് നിർത്തലാക്കുന്നു. അതിന്റെ രണ്ടും മാറ്റിയിട്ടിട്ട് നമുക്ക് ഒന്നുമില്ലാത്ത ശൂന്യതയിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, മരിക്കാൻ പറ്റുമോ? വേണ്ടുന്ന മെയിൻ്റനൻസ് ചെയ്ത് സർവീസ് നടത്തലേ നമുക്ക് നടക്കും പ്രായോഗികമായി. അത് മാത്രമല്ല, 3ാമത് റോറോ സർവീസ് ഉടൻ വരാൻ പോകുന്ന സാഹചര്യം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുടക്കം കുറിച്ച് എല്ലാം തുടക്കം വരുമ്പോ വളരെ എന്താണ് ജഗബോഗായിട്ട് വരും. ഇത്രയും വാറന്റി ഇത്ര സാധനം വന്നു കഴിഞ്ഞ് എന്തെങ്കിലും അപകടം വന്നു കഴിയുമ്പോ പറയും അയ്യോ അതങ്ങനെ പറ്റിപ്പോയി. അങ്ങനത്തെ ഒരു സമ്പ്രദായം ജനങ്ങൾക്ക് വേണ്ടെന്ന്. അല്ല, ജനങ്ങൾക്ക് വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ മേയർ അനിൽകുമാർ മേയറായതിനു ശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഈ റോറോ 2 ഓരോ സമയങ്ങൾ മാറി മാറി കയറ്റി മെയിൻ്റനൻസ് സർവീസ് നടത്തുന്നത്. അല്ല, ഒരു ഭരണാധികാരി എന്ന നിലയിൽ അത് കൃത്യമായി പിന്നെ മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബോട്ട് എന്തുകൊണ്ട് ഓടറില്ല? ബോട്ട് സർവീസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് ഓടേണ്ട സാധനം തന്നെയാണല്ലോ, എന്തുകൊണ്ട് ഓടുന്നില്ല, മാറ്റിയിട്ടു. ബോട്ട് സർവീസ് ഇപ്പോൾ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞ് അതിന്റെ ഫിറ്റ്നസ് കഴിഞ്ഞാൽ മാറ്റിയിടാനാണ് തീരുമാനം, അല്ലാണ്ട് ഓടിക്കാനില്ല. ഒരു പക്ഷെ അത് അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി കയറ്റിയിട്ടുള്ളതായിരിക്കാം. അതിന് സെപ്പറേറ്റ് ഇത് മുൻകാലങ്ങളിലും ഇതുപോലെ പരിഹാരങ്ങൾ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ യാത്രകൾ നടന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ബെറ്റർ മറ്റേ പ്രൈവറ്റ് നടത്തിയിരുന്നപ്പോൾ ഒരു ജങ്കാറിന് ഒരു ബുദ്ധിമുട്ടൊക്കെ അടുത്ത 2 സ്പോട്ടിലെത്തും, ജനങ്ങൾക്ക് സുഖകരമായിട്ട് പോകാം. ഈ പറയുന്ന പൈസ തന്നെയുള്ളൂ അതിനും. ഇപ്പോഴും ഈ കൊച്ചിൻ കോർപ്പറേഷൻ ഇവരെ കൊണ്ട് ലാഭമില്ല, നഷ്ടമുള്ളൂ. മെയിൻ്റനൻസ് വർക്കൊക്കെ കൊച്ചിൻ കോർപ്പറേഷൻ മൊത്തത്തിൽ നഷ്ടമാണ്. അത് കരാർ കൊടുക്കണേ കൊച്ചിൻ കോർപ്പറേഷൻ ലാഭമില്ല ഉണ്ടാവുള്ളൂ. സാങ്കേതികമോ ടെക്നിക്കലോ പരമായ കാര്യങ്ങൾ നമുക്ക് പൊതുജനം എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. അത് കോർപ്പറേഷൻ ഭരണാധികാരികൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അല്ല, തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള പൊതുരംഗത്ത് നിൽക്കുന്നവര് അത് അന്വേഷിച്ചേ പറ്റും. അപ്പൊ ഏതാണ്ട് കൊച്ചിയിലെ ഗതാഗത പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് പല നിർദ്ദേശങ്ങൾ, എനിക്ക് തോന്നുന്നത് വാദപ്രതിവാദങ്ങളാണ് കൂടുതലുണ്ട്. നിർദ്ദേശങ്ങള് വന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ MLA ആയിട്ട് സംസാരിച്ചിട്ട് KSRTC ആയിട്ട് സംസാരിച്ചിട്ട് ഇവിടെ ചെല്ലാനത്തൊന്ന് ഫോട്ടോ വെച്ചിട്ട് ചെറു ബസ്, അതായത് വലിയ വണ്ടിയല്ല ചെറിയ വണ്ടികൾ സർവീസ് നടത്തുന്ന കാര്യം MLA സംസാരിച്ചിട്ടുണ്ട്. അടുത്ത എത്രയും പെട്ടെന്ന് തന്നെ ചെല്ലാനം ഫോട്ടോ വെച്ച് തോപ്പുംപൊടി അങ്ങനെ സർക്കുലറായിട്ട് ബസ് സർവീസ് നടത്തുന്ന. വളരെ അനിവാര്യവും. ഇപ്പൊ നേരത്തെ കുന്നുംപുറത്ത് നിന്ന് കിഴക്കോട്ട് ബസ് ഉണ്ടായിരുന്നു.
ഇന്നിപ്പോ സർവീസ് ഇല്ല. എന്താ കാരണം വെച്ചാൽ സ്വകാര്യ വ്യക്തികളാണ് ബസ് സർവീസ് നടത്തുന്നത്. അവർക്ക് ലാഭകരമല്ലാത്ത റൂട്ടാകുമ്പോൾ അവർ പതിയെ പുറകോട്ട് പോകും. പക്ഷെ ലാഭകരമാകണം എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി സർവീസ് നടത്തുമ്പോൾ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു സമയം വെച്ച് ആ ഒരു ദിവസം ഇത്ര ഇന്ന സമയങ്ങളിൽ സർവീസ് ദീർഘദൂര ബസ്സുകൾ മുൻകാലം ചെല്ലുക, അവിടെ നിന്ന് തിരിച്ചു വരിക. അങ്ങനെ പോരുമ്പോഴത്തേക്കും ബസ് സർവീസിന് ആളുണ്ടാവും. ഈ ഒറ്റപ്പെട്ട ആളുകൾ കയറുമ്പോൾ ഇത്ര ദൂരം ഓടി കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് നടത്താൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ ഫോർട്ട് കൊച്ചി ചെല്ലാനത്ത് ഫോർട്ട് കൊച്ചിക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വണ്ടി സർവീസ് നടത്തുന്നില്ല. കാരണം അവർക്ക് ലാഭകരം അല്ലാത്തൊരു സാഹചര്യം വന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ KSRTCയോട് സംസാരിച്ചിട്ട് ചെല്ലാനത്ത് ഫോർട്ട് കൊച്ചിക്കും തോപ്പുംപടിക്കുമായിട്ട് സർക്കുലർ ബസ് സർവീസ് MLA സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോ എത്രയും പെട്ടെന്ന് അതിന്റെ നടപടി ഉണ്ടാവും. ഇപ്പൊ ചെല്ലാനത്ത് നിന്ന് ബസ് സർവീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ബസ്സിൽ വരുന്ന ബസ് രാത്രി അവിടെ സ്റ്റാൻഡ് ചെയ്തിട്ട് അവിടുത്തെ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറിനും അവിടെ താമസിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബസ്സിലെ കണ്ടക്ടറും ഇവിടെ ഡ്രൈവറും വണ്ടിക്കത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് താമസിക്കുന്ന സൗകര്യം വേണം. അതിനുവേണ്ടിയുള്ള താമസ സൗകര്യം കൂടി MLA അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയതിന് ശേഷം മാത്രമേ രാവിലെ അവിടെ നിന്ന് ചെല്ലാനത്ത് നിന്ന് ഫോർട്ട് സർവീസ് തുടങ്ങാനും രാത്രി സ്റ്റാൻഡ് അവിടെ ആക്കാനും അവർക്ക് നിന്ന് സുഖമായിട്ട് ഉറങ്ങാം. രാത്രി ഡ്രൈവറിന് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും, അതിനെ ഓടിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ MLA അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട്. കാരണം എന്നാൽ മാത്രം അവർക്ക് ആ സർവീസ് തുടങ്ങാനായിട്ട്. നിലവില് 2 വണ്ടി ഫോർട്ട് കൊച്ചിയിൽ ഓടിയിരുന്നതാണ് KSRTCന്റെ. അതുപോലെ ഇപ്പൊ കാണുന്നില്ല. ദീർഘദൂര ബസ്സുകൾ ഇടക്ക് കയറിയിരുന്നാണ്, അതുമില്ല ഇപ്പൊ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗതാഗതത്തിന് അനുയോജ്യമായിട്ട് അതുപോലെ തന്നെ തോപ്പുംപടി സർക്കുലറായിട്ട് ഓടിക്കുന്നതിന് വേണ്ടി. എന്തായാലും നമ്മള് വിശദമായി തന്നെ ചർച്ച ചെയ്തു. ജനഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കുകയും ഒപ്പം പൊതു ഗതാഗത സംവിധാനം ഉപയോഗപ്രദമാക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ പിന്നെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞുകൊണ്ട്. അതോടൊപ്പം തന്നെ ഈ പാരലൽ, അതായത് സർക്കുലർ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ KJ മാക്സി MLA ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് CPIM-ന്റെ പ്രതിനിധി പറഞ്ഞു. നല്ല കാര്യം. അത്തരം സർവീസുകൾ വളരെ അനിവാര്യമാണ്. കാരണം പലപ്പോഴും ഉൾഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഓട്ടോറിക്ഷയ്ക്കും കാശ് കൊടുത്ത് നടന്നുമാണ് ബസ് സ്റ്റോപ്പുകളെ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സർവീസുകൾ വന്നാൽ അത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമാകും. എന്തായാലും കൊച്ചിയുടെ ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാനുള്ള ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടുപേർക്കും